ലോകത്തൊരു വാർ നടക്കുകയാണ്. ബോംബ്സ് ഇല്ല, മിസൈൽസ് ഇല്ല, ന്യൂസ് ഹെഡ്ലൈൻസ് പോലും ഇല്ല. സ്റ്റിൽ പല രാജ്യങ്ങളും അതിൻ്റെ ഭാഗമാണ്. അവർ ഫൈറ്റ് ചെയ്യുന്നത് ലാൻഡിന് വേണ്ടിയല്ല, ഓയിലിനും വേണ്ടിയല്ല, നേരിട്ട് കാണാൻ പോലും പറ്റാത്ത ഇൻവിസിബിൾ ആയിട്ടുള്ള വസ്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. വെൽക്കം ടു ദി ഗ്ലോബൽ റേസ് ഫോർ റെയർ എർത്ത് എലമെന്റ്സ്. റെയർ എർത്ത് എന്ന് കേട്ടാൽ എക്സ്ട്രീംലി റെയർ ആണെന്ന് തോന്നുന്നു അല്ലേ? പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അവർ അത്ര റെയർ ഒന്നുമല്ല, എന്നാൽ അത് വേഗത്തിൽ ലഭ്യമാകത്തുമില്ല. എക്സ്ട്രാക്ട് ചെയ്യാൻ റിസ്കി, പ്രോസസ്സ് ചെയ്യാൻ എക്സ്പെൻസീവ്, കൺട്രോൾ ചെയ്യാൻ ഹാർഡർ. ഫോർ എക്സാമ്പിൾ നിയോഡമിയം. അതില്ല എന്നുണ്ടെങ്കിൽ ലോകത്തെ പവർഫുൾ മാഗ്നറ്റ് പ്രവർത്തിക്കുകയില്ല. മറ്റൊന്ന് ലാന്തനം, നൈറ്റ് വിഷൻ ടെക്നോളജിയുടെ ഒരു പ്രധാന ഘടകം. മൂന്നാമത്തേത് സീറിയം, ജെറ്റ് എഞ്ചിൻ, റോക്കറ്റ്, പ്രിസിഷൻ ടെക്നോളജിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന റെയർ എർത്ത് എലമെന്റ്. ഈ പറഞ്ഞതെല്ലാം വലിയ വലിയ ടെക്നോളജീസ്. ഇനി നിങ്ങൾ നിങ്ങളുടെ കയ്യിലെ ഫോൺ നോക്കുക. അതിനുള്ളിൽ ഒരു ചെറിയ ചിപ്പുണ്ട്. അത് നിർമ്മിക്കാനായി പല തരത്തിലുള്ള റെയർ എർത്ത് മിനറൽസ് ആവശ്യമാണ്. വിത്തൗട്ട് ദം ഫാസ്റ്റ് പ്രോസസ്സേഴ്സ് ഇല്ല, എഫിഷ്യൻറ്റ് സ്ക്രീനുകളില്ല, സ്മാർട്ട് ഡിവൈസസ് പോലും ഇല്ല. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ മോഡേൺ ലൈഫ് കൺട്രോൾ ചെയ്യുന്നത് ഈ വിസിബിൾ ടെക്നോളജീസ് അല്ല, പകരം ഈ ഒരു ഇൻവിസിബിൾ മിനറൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വാല്യൂ മാത്രമല്ല, പവറും ഉണ്ട്. ഇവിടെയാണ് സ്റ്റോറി ഡിസ്റ്റർബിംഗ് ആകുന്നത്. ഇയേഴ്സ് മുന്നേ തന്നെ ഒരു രാജ്യം സൈലൻ്റായി മൂവ് ചെയ്തു, മൈൻസ് സെക്യൂർ ചെയ്തു, പ്രോസസ്സിംഗ് ഡോമിനേറ്റ് ചെയ്തു, സപ്ലൈ ചെയിൻ കൺട്രോൾ ചെയ്തു. ഇന്ന് ലോകത്തെ റെയർ എർത്ത് എക്കോസിസ്റ്റത്തിൽ ഒരു സൂപ്പർ പവറായി മാറിയിരിക്കുന്നു. യെസ്, ചൈന. ഫ്യൂച്ചർ ടെക്നോളജി ഡിപ്പെൻഡ് ചെയ്യുന്ന മിനറൽസ് ഒരു രാജ്യത്തിൻ്റെ മാത്രം കീഴിൽ വന്നാൽ അത് ജസ്റ്റ് ബിസിനസ് അല്ല, അതൊരു ജിയോ പൊളിറ്റിക്കൽ പവറാണ്. അതുകൊണ്ടാണ് US, യൂറോപ്പ്, ഇന്ത്യ തുടങ്ങിയ പല രാജ്യങ്ങളും ഫാസ്റ്റായി മൂവ് ചെയ്യുന്നത്. ന്യൂ മൈൻസ്, സ്ട്രാറ്റജിക് ഡീൽസ്, റിസോഴ്സ് ഡിപ്ലോമസി, ഓൾമോസ്റ്റ് ഒരു ഇൻവിസിബിൾ ടഗ് ഓഫ് വാർ പോലെ. വൈ? ബിക്കോസ് ഒരു സൈലന്റ് ട്രൂത്ത് എല്ലാവർക്കും മനസ്സിലായി. ഹൂ കൺട്രോൾസ് ദ റെയർ എർത്ത് മേ ക്വയറ്റ്ലി കൺട്രോൾ ദി ഫ്യൂച്ചർ എക്കണോമി.